കേരളത്തിന് ഇത്തവണ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവോ സർ? എന്തങ്ങനെ ചോദിക്കാൻ അല്ല, രാഹുൽ ഗാന്ധി ഇന്നലെ വന്നപ്പോൾ പറഞ്ഞിട്ട് പോയി. ഇത്തവണ കേരളത്തിൽ മത്സരിക്കുന്ന വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ UDFന് വേണ്ടിയിട്ടാണല്ലോ രാഹുൽ ഗാന്ധി വന്നത്. അപ്പോൾ UDFൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള വനിത ആരാ ഉള്ളത് സ്ഥാനാർത്ഥിയായിട്ട്? ഉമാ തോമസാ? അല്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇപ്പോൾ ഈ ഷമാ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ദന്ത ഡോക്ടറാണ്, പല്ലിൻ്റെ ഡോക്ടർ. അവർ ചാനലിൽ വന്നിരുന്നിട്ട് നിരന്തരം ഇങ്ങനെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് നിരന്തരം എൻ്റെ കാലിൻ്റെ അടിയിലൊരു ഇറ്റാലിയൻ പാസ്പോർട്ട് കിടപ്പുണ്ട്, എന്നിട്ട് ഞാൻ പോകുന്നില്ല രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട്. അവർക്ക് ഭാഷ അറിയില്ല, മലയാളം അറിയില്ല, സമരം ചെയ്യും, സമരം പ്രവർത്തിക്കും എന്നൊക്കെയാണ് പറയുന്നത്. മലയാളം അങ്ങനെ അവരുടെ വളരെ മലയാള ഭാഷയെ ഏറ്റവും കൂടുതൽ നാനാവിധമാക്കി കൊന്നു കൊലവിളിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ക്ഷമാ മുഹമ്മദാണ്. പേര് ക്ഷമ എന്നാണെങ്കിൽ ഒരു ക്ഷമയും ഇല്ലാത്തൊരു സ്ത്രീ. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ കയറി ബഹളം വെക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ദയനീയ ചിത്രം ഞാൻ കണ്ടിരുന്നു. ഒരു പോലീസ് വണ്ടിയുടെ ഫ്രണ്ടിൽ അവരിങ്ങനെ ചാരി ഭിത്തിയിൽ ഒട്ടിച്ച പോലെ ഇരിക്കുന്നു. അങ്ങനെ സമരമൊക്കെ ചെയ്ത് പാർലമെൻറ്റിൽ ഒരു സീറ്റ് കിട്ടുമെന്ന് നോക്കി, പാർലമെൻറ്റിൽ കിട്ടിയിട്ടില്ല. അവരെന്തൊക്കെയോ പറഞ്ഞു. അന്ന് സുധാകരൻ KPCC പ്രസിഡൻ്റായിരുന്നു. അത് ക്ഷമാ മുഹമ്മദ് അതാര് എന്നൊക്കെ ചോദിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് ഇത്തവണ 140 സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 92 സീറ്റിലെ മറ്റോ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 93 തോന്നുന്നു. 92 മത്സരിച്ചിട്ട് ഈ ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന ഡൽഹിക്കാരിയായ ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന ഈ സ്ത്രീക്ക് ഒരു സീറ്റ് കിട്ടിയില്ല. അപ്പോഴും എല്ലാവരും പുച്ഛിച്ചു. അപ്പോൾ ഷമ പറഞ്ഞൊരു കാര്യമുണ്ട്, കോൺഗ്രസ് പാർട്ടിയിൽ വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല, വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നിരന്തരം പറയുന്ന, ക്ഷമ പോലും പറയുന്ന പാർട്ടിയുടെ നേതാവ് രാഹുൽ വന്നിട്ട് പറയുന്നു വനിതാ മുഖ്യമന്ത്രി വേണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സതീശൻ മീശ ഉണ്ടോ? മീശയുണ്ട്. മീശ വടിച്ചാൽ എന്നിട്ടൊരു മേക്കപ്പ് ഇട്ടാൽ ഒരു പൊട്ടും കൂടെ കുത്തി കണ്ണെഴുതിയാൽ അങ്ങനെ ഇരിക്കും. അതൊന്ന് ഭാവന കാണാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ഛായ വരുമായിരിക്കും. അല്ല പിന്നെ ഉള്ളത് സന്ദീപ് വാര്യരായിരിക്കും. സന്ദീപ് വാര്യരെ സംബന്ധിച്ച് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. കാരണം പിന്നെ ആരുണ്ട്? പിന്നെ സുധാകരൻ നോക്കാൻ പറ്റില്ല, പ്രായം കഴിഞ്ഞു. ഒരു ഗ്ലാമറൊക്കെ വേണ്ടേ? പിന്നെ കോൺഗ്രസിൽ പ്രധാനപ്പെട്ട വനിതകൾ ആരാണ്? ബിന്ദുകൃഷ്ണ. അടുപ്പിക്കത്തില്ല ഇവർ. ഉമാ തോമസ് പോട്ടെ. പിന്നെയുള്ളത് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രമേശ് ചെന്നിത്തല ഈ മറ്റേ ഈ കമലഹാസൻ വനിതാവേഷത്തിൽ കെട്ടിയൊരു സിനിമ, പെൺവേഷം കെട്ടിയ സിനിമയുണ്ടല്ലോ, ഷൺമുഖി, ഔവേ ഷൺമുഖി എന്ന് പറഞ്ഞ പോലെ ഔവേ രമേശ് എന്നും പറഞ്ഞ് വന്നാൽ എങ്ങനെ ഇരിക്കും? പക്ഷേ ഇപ്പോൾ രമേശിന് പ്രായമായി, കവളൊക്കെ ചുളിഞ്ഞു. അത് കാണുമ്പോൾ ഷീലാ ദീക്ഷിതിൻ്റെ ഓർമ്മ വരും. ഷീലാ ദീക്ഷിതിനെ പോലിരിക്കും രമേശ് ചെന്നിത്തല പെൺവേഷത്തിൽ വന്ന. ഇപ്പോൾ പെൺവേഷം കിട്ടിയാൽ മാത്രമേ കോൺഗ്രസ്സിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഹിമാചൽ പ്രദേശിലെ കാര്യം ഓർക്കുകയാണ്. ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരാണ്, അല്ലേ? കോൺഗ്രസിൻ്റെ സർക്കാരാണ്. അവർ അധികാരത്തിൽ വന്നപ്പോൾ ഒരുപാട് ഫ്രീ കൊടുക്കുമെന്ന് പറഞ്ഞു. ഫ്രീ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ അവർ പറഞ്ഞു അവർ കൃഷിക്കാരാണ്, വലിയ തോതിൽ കന്നുകാലികളെ വളർത്തുന്നവരാണ്, കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് 2 രൂപയ്ക്ക് ചാണകം വാങ്ങുമെന്ന് പറഞ്ഞു. ചാണകം വാങ്ങും, 100 രൂപയ്ക്ക് പാലും വാങ്ങുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചാണകവും മേടിക്കുന്നില്ല, പാലും മേടിക്കുന്നില്ല. വാഗ്ദാനങ്ങളുടെ പെരുമഴ. എല്ലാ വാഗ്ദാനങ്ങളും ഈ ആളുകളെ പറ്റിക്കാനുള്ള വാഗ്ദാനങ്ങൾ മുഴുവൻ. കർണാടകയെ നോക്കൂ, വാഗ്ദാനങ്ങളെല്ലാം കൊടുത്തിട്ട് സർക്കാരിന് കാശില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്ന എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ കിട്ടും എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഗ്യാരണ്ടി എഴുതി കൊടുത്തു. എല്ലാവർക്കും രാഹുൽ ഗാന്ധി ഒപ്പിട്ട ഗ്യാരണ്ടി 1 ലക്ഷം രൂപ കിട്ടുന്നു. ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെല്ലാം കൊണ്ട് എന്ത് ചെയ്തറിയോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ ഓഫീസിൽ പോയി നിൽക്കുക, എന്നിട്ട് റവന്യൂ ഓഫീസിലൊക്കെ പോയി നിൽക്കുക 1 ലക്ഷം രൂപ കിട്ടാൻ. ഇതാണ് വാഗ്ദാനം പറഞ്ഞ് പറ്റിക്കുകയാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഭരണം ആഗ്രഹിക്കുന്ന UDFന് മുന്നോട്ട് വെക്കാനില്ല. അപ്പോൾ ഇയാൾ വന്നിട്ട് പറയാണ് എന്താണ് വനിതാ മുഖ്യമന്ത്രി വരുന്നത്. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് പോകുന്നത്? ഇപ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട് പ്രജിത, അതാണ് ഏറ്റവും ഇതിനകത്ത് വലിയ സംഗതി. നമ്മൾ ആദ്യം കുറച്ച് പരത്തി പറഞ്ഞെങ്കിലും ഒരു 4 മാസം മുമ്പ്, 3 മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി 3 പേരും കൂടെ ഒരുമിച്ച് കേരളത്തിൽ വന്ന് വയനാട്ടിൽ 3 തള്ളയും മക്കളും കൂടെ ഒരുമിച്ച് വന്നു. വയനാട് മുഴുവൻ ചുറ്റിത്തിറങ്ങി. സ്ഥിരം വരുമ്പോഴത്തേക്ക് രാമൻകുട്ടി ചേട്ടൻ്റെ ഉണ്ടംപൊരിയും ഗോപാലൻ ചേട്ടൻ്റെ പഴംപൊരിയും ഒക്കെ കഴിക്കുന്ന വാർത്തകൾ സ്ഥിരമായി വരുമല്ലോ. ചായക്കട കയറുന്നു, ഉണ്ടംപൊരി തിന്നുന്നു, പിന്നെ തെരുവത്ത് രാമൻ്റെ കൂടെ ഓടുന്നു. ഇങ്ങനെയുള്ള കുറേ ഷൂട്ടുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടിൽ വരാത്തൊരു കാര്യം നടന്നു. മാനന്തവാടി ബിഷപ്പിനെ കണ്ടു. മാനന്തവാടി ബിഷപ്പിനെ കാണാൻ പോയപ്പോൾ
കൂട്ടുകാരെ ആരെയും വിളിച്ചില്ല, കോൺഗ്രസ്സുകാരും വേണ്ട എന്ന് പറഞ്ഞ് നേരിട്ട് പോയി സംസാരിച്ചു. എന്നിട്ട് സംസാരിച്ചത് ഇറ്റാലിയൻ ഭാഷയിലാണ്. ബിഷപ്പിന് ഇറ്റാലിയൻ ഭാഷ അറിയാം, സോണിയയ്ക്കും അറിയാം, പ്രിയങ്കയ്ക്കും അറിയാം, രാഹുലിനും അറിയാം. അത് സംസാരിച്ചത് എന്താണ് എന്ന് വയനാട്ടിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. എന്താണ് ഈ കോൺഗ്രസ് സ്ഥലത്തുള്ള കോൺഗ്രസ്സുകാരെ ഒഴിവാക്കിയിട്ട് മാനന്തവാടി ബിഷപ്പിനെ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സംയുക്തമായി പോയി കണ്ടതെന്താണ്? അവിടെ നടന്ന സംസാരത്തിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമോ അല്ല സംസാരിച്ചത്, പിന്നെയോ ഇറ്റാലിയൻ ഭാഷയാണ്. പിന്നെ ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളം ഈ പെണ്ണുമ്പിളേക്ക് അറിയത്തില്ല കേട്ടോ. അവർ ഹിന്ദി പ്രസംഗിക്കുന്നത് ഇറ്റാലിയൻ ഭാഷയിൽ എഴുതിയിട്ടാണ്, മലയാളം പിന്നെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചത് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള റൂമറുണ്ട്. റൂമർ എന്ന് പറഞ്ഞാൽ അതായത് സോണിയാഗാന്ധിക്കും കുടുംബത്തിനും വയനാട്ടിൽ ഒരു 15 ഏക്കർ സ്ഥലമാണ്. 15 ഏക്കർ വരെയാണ് നമുക്ക് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പരിധിയിൽപ്പെട്ട് വാങ്ങാവുന്നത്. എന്നിട്ട് അവിടെ ഒരു ഫാം ഹൗസോ ഒരു ബംഗ്ലാവോ ഉണ്ടാക്കണം, എന്നിട്ട് അവിടെ താമസിക്കണം എന്നൊരാഗ്രഹം. നല്ല കാലാവസ്ഥയാണല്ലോ. പക്ഷേ ഈ ചൂരൽമലയിലേക്ക് ഉരുളുപൊട്ടിയ പ്രദേശം, ഉരുളുപൊട്ടാൻ സാധ്യതയില്ലാത്ത മേഖലയായിരിക്കും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏതായാലും അത് വാങ്ങണം, അതിനു വേണ്ടി പറ്റുന്ന പ്രോപ്പർട്ടി എവിടെയുണ്ടെന്ന് കണ്ടെത്തി തരണമെന്ന് മാനന്തവാടി ബിഷപ്പിനോട് ഈ മൂവർ സംഘം ആവശ്യപ്പെട്ടു എന്നും ബിഷപ്പ് അത് ഏറ്റു എന്നും നല്ല സ്ഥലം, ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവാത്ത സ്ഥലം കണ്ടെത്തി കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് റൂമറുണ്ട്. ഈ റൂമറിൻ്റെ വെച്ച് ആലോചിക്കുമ്പോൾ നോക്കണം, എന്തിനാണ് ഉത്തർപ്രദേശിലൊക്കെ മത്സരിക്കുന്ന ഇവർ വയനാട്ടിൽ വരുന്നത്? വയനാട് ഷുവർ സീറ്റാണ്, ലീഗിൻ്റെ ഉറപ്പുള്ളതുകൊണ്ട് പാർലമെൻറ്റിലേക്ക് എത്താം. പാർലമെൻറ്റിലേക്ക് ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ജയിക്കാവുന്ന ഉറപ്പുള്ള ഇന്ത്യയിലെ ഏക സീറ്റ് വയനാടാണ്. വയനാട്ടിലേക്ക് സ്ഥിരതാമസമാകുക. വയനാട്ടിൽ സ്ഥിരതാമസമാകുമ്പോൾ എന്ത് പറ്റുന്നറിയോ? ഓട്ടോമാറ്റിക്കലി വയനാട്ടിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. വയനാട്ടിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൽ ഇവിടെ വേണമെങ്കിൽ മത്സരിക്കാം. അപ്പോൾ ഇന്ത്യയിൽ ഇനി രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ ഒരധികാരം കിട്ടാൻ പോകുന്നില്ല. ഇപ്പം പ്രധാനമന്ത്രി എന്നുള്ള സ്വപ്നം പൊലിഞ്ഞു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെങ്കിലും ആകാം. മുഖ്യമന്ത്രിയാകാൻ ഏത് സ്റ്റേറ്റ് ഉണ്ട് ഉറപ്പ്? കർണാടക അവർ ഭരിക്കുകയാണെന്നിരിക്കുക അല്ലേ, ഭരിക്കുകയാണ്. പക്ഷേ അടുത്ത പ്രാവശ്യം കർണാടകയിൽ ചെന്നാൽ ആളുകൾ കവളം പടലടിക്കും. ഹിമാചൽ പ്രദേശിൽ ഈ തെരഞ്ഞെടുപ്പൊന്നും വരാൻ നോക്കിയിരിക്കുക, ആളുകൾ കുറുവടിയും വെട്ടി കാത്തിരിക്കുക. ഇനി പിന്നെ വല്ലതുമൊക്കെ പാർട്ടി 92 സീറ്റൊക്കെ കോൺഗ്രസ്സിന് 140-ൽ 92 സീറ്റൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് മത്സരിക്കാൻ കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ടെങ്കിൽ, അതിൽ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ എടുത്താലുണ്ടെങ്കിൽ അത് ഈ കേരളത്തിലാണ്. കേരളത്തിൽ ഇന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലാത്ത കുറേ ആളുകൾ ജീവിക്കുന്നത് കൊണ്ട്, പിന്നെ ഈ സുഡാപ്പി വോട്ടർമാരുടെ ഒരു ബാഹുല്യം ഉള്ളതുകൊണ്ട് കേരളത്തിലെ സാധ്യതയുള്ളൂ. അപ്പോൾ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ പേര് വരുത്തുക എന്നതിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിൽ സ്ഥലം വാങ്ങാൻ പോവുക, സ്വത്ത് വാങ്ങാൻ പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലെ വോട്ടറാണെങ്കിൽ കേരളത്തിൽ മത്സരിക്കാം. കേരളത്തിൽ വോട്ടറാണെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും. 6 മാസം കഴിഞ്ഞ് ജയിച്ചാൽ മതി. അപ്പോൾ ഭാവിയിൽ ഇറ്റലിയിലേക്ക് പോകേണ്ടുന്ന ഗതികേട് വന്നില്ല. ഇവിടെ തുടരുകയാണെങ്കിൽ പ്രിയങ്കയ്ക്കെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പ്രിയങ്ക ഗാന്ധി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ എന്താ പുളിക്കോ? അപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്ക് ഒരു വലിയ ഭീഷണിയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി. ഇവൻ 100 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 95 തോറ്റിരിക്കുക. ഈ 5 കഴിയുമ്പോൾ സെഞ്ചുറി അടിക്കും. അപ്പോൾ ഇങ്ങനൊരു നേതാവിനെ ഇനി ചുമക്കണ്ട. അതുകൊണ്ട് അമ്മൂമ്മയുടെ മൂക്കും മുടിയും ഉള്ളതുകൊണ്ട് പ്രിയങ്ക വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് അറിയാം ഇത് ഒരു പെശകാണ് കേട്ടോ, കാണുമ്പോൾ കെട്ടിപ്പിടുത്തവുമൊക്കെ ഉണ്ടെങ്കിലും ഇത് പാരയായിട്ട് വരുമെന്നറിയാം. അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി കേരളത്തിലേക്ക് മാറ്റി കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു പദ്ധതി രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുള്ളൂ, ഇച്ചിരി കാശ് മുടക്കണം. കേരളത്തിലെ ഈ നേതാക്കന്മാരിൽ, നേരത്തെ പറഞ്ഞ നേതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ കൊണ്ടുപോയി ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയാൽ കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രിയെ കോൺഗ്രസ്സിന് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏത് എലക്ട് ചെയ്യുമെന്നുള്ളത് അറിയത്തില്ല, സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇപ്പോഴത്തെ UDFൻ്റെ നേതാക്കന്മാർക്ക് ഞാൻ പറഞ്ഞ ശസ്ത്രക്രിയയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഏതായാലും കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി എന്നുള്ളത് മോശം കാര്യമൊന്നുമില്ല. കേരളത്തിൻ്റെ വനിതാ മുഖ്യമന്ത്രിയെ കേരളത്തിന് ആഗ്രഹിക്കാം. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കൂ എന്നൊക്കെ CPM മുദ്രാവാക്യം വിളിച്ച് നടന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ആയമ്മനെ തേച്ച് ഭിത്തിയിലൊട്ടിച്ചു. KK ശൈലജ എങ്ങാനും മുഖ്യമന്ത്രിയാകുമെന്ന് ഒരു ഭയം വന്നപ്പോൾ എന്ത് ചെയ്തു? ശൈലജയെ പത്രസമ്മേളനത്തിന് പോലും ഇരുത്തിയില്ല ആര്? പിണറായി വിജയൻ. എന്നിട്ട് ഇത്തവണ തോക്കുന്ന സീറ്റ് കൊണ്ട് കൊടുത്തു. ജയിക്കാനുള്ള സാധ്യത പിണറായി വിജയനേക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ശൈലജയ്ക്ക് വിജയിക്കുമോ എന്ന് ഉറപ്പില്ലാത്തൊരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വനിതകളെ റെഡിയാക്കുന്ന പാർട്ടിയാണ് CPM കോൺഗ്രസും. അപ്പോൾ അതുകൊണ്ട്
വനിതകൾക്കങ്ങ് വിട്ടുകൊടുക്കണ്ട, ഞാൻ വേണമെങ്കിൽ ശസ്ത്രക്രിയ ചെയ്തേക്കാമെന്ന് സതീശൻ ചിലപ്പോൾ തീരുമാനിച്ചെന്നും വരും.